നമസ്കാരം, എല്ലാവർക്കും ജീവധാരയിലേക്ക് സ്വാഗതം. ആരോഗ്യം ധനസമ്പദഃ ലക്ഷ്മീ കൗസ്തുഭപാരിജാതകസുരാ ധന്വന്തരിശ്ചന്ദ്രമഃ ധേനുകാമദുഘാസുരേശ്വരഗജോ ब्रह्मादिदेवाङ्गन अश्वः सप्तमुखो विशंहरिधनु शङ्खो मृतं चाम्बुधे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्. ഞാൻ ഡോക്ടർ പരമേശ്വരൻ നമ്പൂതിരി. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അപബാഹുകം അഥവാ തോൾവേദന എന്നൊരു രോഗത്തെ പറ്റിയാണ്. ഈ തോൾവേദന സാധാരണയായിട്ട് ഒരു 40 വയസ്സിന് ശേഷമുള്ള പ്രായത്തിലാണ് കണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെയല്ലാതെ തന്നെ 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിലും ഇത് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിന് ഒരുപക്ഷെ പല കാരണങ്ങൾ ഉണ്ടാകാം. എങ്കിലും 40 വയസ്സിന് താഴെ നമ്മൾ ഈ രോഗം കാണുമ്പോൾ ആദ്യമേ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് ഒരു അഭിഘാതജം, അതായത് എന്തെങ്കിലും ട്രോമാറ്റിക് എന്തെങ്കിലും വീഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ പറ്റിയ കേസുകളിലാണ് ഈ 40 വയസ്സിന് താഴെയുള്ള ആൾക്കാരിൽ സാധാരണയായി ഈ തോൾവേദന അനുഭവപ്പെട്ട് കാണുന്നത്. അതല്ലെങ്കിൽ ഈ 40 വയസ്സിന് ശേഷം എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ട് ഉള്ള ഒരു ഡീജനറേറ്റീവ് ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു രോഗം കാണാവുന്നതാണ്. അപ്പം ഈ ഒരു രോഗത്തിനെ അപബാഹുകം എന്ന് ആയുർവേദത്തിൽ വിശേഷിപ്പിക്കാനുള്ള കാരണം തന്നെ ആ ഒരു രോഗത്തിൻ്റെ പ്രത്യേക സ്വഭാവമാണ്. അപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംപ്രോപ്പർ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിലല്ലാത്ത കൈയുടെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാകുക എന്നുള്ള ഒരു വിശേഷണമാണ് ഈ ഒരു പേരുകൊണ്ട് നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. നമുക്കൊരു കൈ കൊണ്ട് എന്തെല്ലാം ഒരു മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുമോ ആ മൂവ്മെൻറ്റ്സിന് എല്ലാം ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവിക മൂവ്മെൻറ്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് അപബാഹുകം എന്ന് പറയുന്ന ഒരു രോഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒരു ജീവിതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നിടം മുതൽ രാത്രിയിൽ കിടക്കുന്നിടം വരെ നമ്മൾക്കൊരു കൈകൊണ്ട് എന്തെല്ലാം മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് സ്വാഭാവികമായ ആവശ്യങ്ങൾക്കുള്ള എല്ലാ മൂവ്മെൻറ്റ്സ് തന്നെയും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അത് സ്തബ്ധമാക്കപ്പെടുന്നു. ആ ഒരു അവസ്ഥ കൊണ്ട് തന്നെയാണ് ഇതിനെ അപബാഹുകം എന്ന് പറയുന്നതും ആ പേര് അതിന് അന്വർത്ഥമായി തീർന്നതും. അപ്പം ഈ ഒരു അവസ്ഥാവിശേഷം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇപ്പോൾ പണ്ടുള്ളതിനേക്കാട്ടിലും വളരെയധികം സംവിധാനങ്ങൾ നമുക്കുണ്ട്. എന്നിരുന്നാലും അതിനനുസരിച്ച് തന്നെ ഈ രോഗത്തിൻ്റെ ഇൻസിഡൻസും, അതായത് ഇതിൻ്റെ ആ ഒരു നിരക്കും കൂടിക്കൂടി വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ അതൊരു ജീവിതശൈലി കൊണ്ടായിരിക്കാം ഈ ഒരു രോഗം ഇപ്പോൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. കൂടുതലായിട്ട് വാഹനങ്ങൾ ഓടിക്കുക, പ്രത്യേകിച്ച് കഠിന ഭാരങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഇതിന് കുറേ കാരണങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഒരു മനുഷ്യൻ്റെ ശക്തി എത്രയാണോ അതിൽ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ക്ഷതങ്ങളും ഇതിനൊക്കെ ഒരു രോഗത്തിന് കാരണമായിട്ട് ഭവിക്കുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിന് കൃത്യമായിട്ട് ചികിത്സ യഥാവിധി അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം നല്ലൊരു മാറ്റം നമുക്കുണ്ടാക്കിയെടുത്ത് അത് നമുക്കൊരു അധികം പഴക്കമില്ലാത്തൊരു രോഗാവസ്ഥയാണ് എങ്കിൽ നമുക്കിതൊരു സമ്പൂർണ്ണമാക്കി തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ ആചാര്യന്മാരുടെ ഒരു പക്ഷപ്രകാരം അംശദേശസ്ഥിതോ വായു ശോഷയിത്വ അംശബന്ധനം സിരാച്ച ആകുഞ്ച തത്രസ്ഥോ ജനയേത് അപബാഹുകം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തോൾ ഭാഗത്ത് ഉള്ളതായ സന്ധികളിൽ അവിടെ ഒരു രൂക്ഷത സംഭവിച്ചിട്ട് അവിടെ ഒരു ശോഷണം, ഒരു അട്രോഫിക് ചേഞ്ച് സംഭവിച്ചിട്ട് അവിടെയുള്ള സിരകളുടെയും സ്നായുക്കളുടെയും മാംസപേശികളുടെയും എല്ലാം അതിൻ്റെ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിനൊരു ചലനശേഷി നഷ്ടപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥയാണ് ഈ അപബാഹുകം എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ
വളരെയധികം, അതായത് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വളരെയധികം നാമത്തിൽ ഈ തോൾവേദന അറിയപ്പെടുന്നുണ്ട്. അതായത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പല രോഗാവസ്ഥകൾ ഈ തോളിൻ്റെ ചലനശേഷിയെ അല്ലെങ്കിൽ കൈയുടെ ചലനശേഷിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ. അപ്പോൾ അവിടെ ഈ തോൾവേദന തന്നെയാണ് ലക്ഷണം പറയുന്നത്, അഥവാ അഡ്ഹസീവ് ക്യാപ്സുളൈറ്റിസ് എന്ന് പറയും, ബൈസെപ്സ് ടെൻഡനൈറ്റിസ് എന്ന് പറയും, അതല്ലെന്നുണ്ടെങ്കിൽ ട്രൈസെപ്സ് ടെൻഡനൈറ്റിസ് എന്ന് പറയും. അങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു കണ്ടീഷൻസ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ പലതും പലതായിട്ട് തന്നെയാണ് പറയുന്നതെങ്കിലും നമ്മൾ ആയുർവേദ വീക്ഷണത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെയെല്ലാം തന്നെ അപബാഹുകം എന്ന ഒരു സ്പെക്ട്രത്തിലാണ് നമ്മൾ പെടുത്തുന്നത്. കാരണം പല കാരണങ്ങൾ, ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ അഥവാ അഡ്ഹസീവ് ക്യാപ്സുളൈറ്റിസ് ആയാലും, ബൈസെപ്സ് ടെൻഡനൈറ്റിസ് ആയാലും, ട്രൈസെപ്സ് ടെൻഡനൈറ്റിസ് ആയാലും, അങ്ങനെയുള്ള ഏതവസ്ഥയാണെങ്കിലും നമ്മുടെ അനുഭവത്തിൽ വരുന്നത് ഈ കൈ അല്ലെങ്കിൽ ആ ഷോൾഡർ മൂവ്മെൻറ്റ്സ് എപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ തന്നെ ഈവൻ നമ്മൾ അപബാഹുകം എന്ന ആ ഒരു ടേം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളത് വിശദമായ പരിശോധന ആവശ്യമാണ്. എന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ചികിത്സ നമുക്ക് നിർണ്ണയിക്കുമ്പോൾ കറക്റ്റായിട്ട് എന്താണ് ഇതിൻ്റെ പ്രശ്നം, എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം, എന്ത് ചെയ്താൽ ശരിയാവും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപബാഹുകം എന്ന് പറയുന്ന ആ ഒരു നാമത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും നമുക്കതിൻ്റെ കാരണങ്ങൾ ഒരുപക്ഷെ പലതാവാം. അപ്പോൾ അതുകൊണ്ട് അപബാഹുകം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേം എന്ന് മനസ്സിലാക്കുന്നതിലുപരി അതൊരു സ്പെക്ട്രമാണ്. അതിനകത്ത് പല കണ്ടീഷൻസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പല തരത്തിലുള്ള അവസ്ഥകൾ നമുക്ക് ഏതവസ്ഥ കൊണ്ടാണ് നമുക്ക് ഈ ഒരു രോഗത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആ അപബാഹുകം എന്ന് പറയുന്നത് ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ വിശദമായ പരിശോധനകളും ഫിസിക്കൽ എക്സാമിനേഷൻസും ഒക്കെ ആവശ്യമാണ്. അപ്പം ഈ 40 വയസ്സിന് ശേഷമുള്ള ഒരു കണ്ടീഷൻസിൽ നമുക്ക് ഇത് കൃത്യമായ ഒരു ചികിത്സകളും അങ്ങനെയൊക്കെയുള്ള ആയുർവേദ പ്രകാരമുള്ള കുറച്ച് ചികിത്സാ പദ്ധതികൾ, ക്രിയാക്രമങ്ങൾ, പിന്നെ അകത്തേക്കുള്ള മരുന്നുകൾ, ഇതൊക്കെ സേവിച്ച് കറക്റ്റായിട്ട് നമ്മൾ ഇത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ഒരു രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുകയും അധികം പഴക്കം ചെല്ലുകയും ചെയ്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും സമയമെടുത്തേക്കാം. അതല്ല വളരെ പഴക്കം ചെല്ലാത്തതുമായിട്ടുള്ളതും അധികം മൂർധന്യാവസ്ഥയിലേക്ക് എത്താത്തതുമായിട്ടുള്ള ആ ഒരു രോഗമാണ് എങ്കിൽ നമുക്ക് ഇത് ഒരു അധികം താമസം വിനാ മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ട്രോമാറ്റിക്, അതായത് ഈ അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചയിലോ കൂടെ ഉണ്ടാകുന്ന അല്ലാതെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഈ അപബാഹുകം എന്ന് പറയുന്ന ഒരു രോഗം ഒരിക്കലും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമല്ല. അത് പല ഘട്ടമായിട്ടാണ്, അതായത് 3-4 സ്റ്റേജുകളിലായിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സാധ്യത, അതായത് ഇത് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിപൂർണമായ ഒരു സുഖം പ്രാപിക്കാനായിട്ടും അതുപോലെ തന്നെ ഒരു സമയമെടുക്കുന്ന ഒരു രോഗം കൂടെയാണ് ഈ ഒരു അപബാഹുകം എന്ന് പറയുന്ന ഈ ഒരു രോഗം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു രോഗി നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എഡ്യൂക്കേറ്റ് ദ പേഷ്യൻറ്റ്. നമ്മൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുക, ഇന്നതാണ് അവസ്ഥ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ പദ്ധതികൾ പോവുക. നമ്മൾ ചികിത്സാ പദ്ധതികൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ പോലും ഇതിന് ഇത്ര സമയം എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു രോഗത്തിന് പരിപൂർണമായിട്ടുള്ള ഒരു ശമനം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. അത് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും ഒരു വെയിറ്റിംഗ്, അതായത് ഒരു സമയം എടുക്കാനുള്ള ആ ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. ആദ്യം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു 10 ദിവസത്തെ മരുന്ന് കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തെ മരുന്ന്, 20 ദിവസം, ചിലപ്പോൾ ഒരു മാസത്തെ മരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല എങ്കിൽ പെട്ടെന്ന് അടുത്ത ഒരു ആളുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു പ്രവണത ഇപ്പം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ കാലികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ അറിയാൻ പറ്റും, ഈ ഒരു രോഗത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ആ ജോയിൻറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ സൃഷ്ടിക്കാനായിട്ട് മിനിമം പീരീഡ് എന്ന് പറയുന്നത് തന്നെ ഒരു 3 മാസമെങ്കിലും എടുക്കും. നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ്സ്, അതായത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ എല്ലാ മൂവ്മെൻറ്റ്സും, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കണം, മുഖം കഴുകണം, പിന്നെ ഈ പറഞ്ഞ പോലെ തലയിൽ എണ്ണ തേക്കണം, തലമുടി ചീകണം, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ചെയ്യണം, ഇതിനൊക്കെ തന്നെയും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭയങ്കരമായ വേദനയായിരിക്കും. അതിൽ നിന്ന് പോലും ചെറിയൊരു മാറ്റം നമുക്കൊന്ന് ഫീൽ ചെയ്യണമെങ്കിൽ പോലും ചിലപ്പോൾ ഒരു മാസം മുതൽ ഒരു 3 മാസം വരെയെങ്കിലും വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നല്ല മാറ്റം എന്ന് പറയാനൊക്കത്തുള്ളൂ.
അപ്പോൾ ഈ 3 മാസം വരെ ഒരു മാറ്റം വരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 1 മാസം കഴിച്ചിട്ടും പ്രത്യേകിച്ചൊരു മാറ്റം വരാതിരിക്കുന്ന ഒരു രോഗിയിൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് മരുന്ന് അങ്ങോട്ട് പ്രയോജനമാവുന്നില്ല, വേറെ ആരെങ്കിലും കാണിക്കാം എന്നുള്ളൊരവസ്ഥ. അപ്പോഴും രണ്ടാമത് ചെല്ലുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ഇതേ അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹവും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ അവിടെയും 1 മാസത്തെ മരുന്ന് കഴിക്കും. അങ്ങനെ ഇത് മാറി 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 ഏറ്റവും അവസാനം ഒരു 4-മത്തെയോ 5-മത്തെയോ ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരാഴ്ചത്തെ മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും തന്നെ ഇതിനൊരു മാറ്റം വരും. അപ്പോൾ ഈ 4-മത്തെ അത്രയും നാളത്തെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റാണ് ഈ 4-മത് ചെന്നപ്പോൾ ഉണ്ടായത് എന്നുള്ളത് ഈ പറഞ്ഞത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോലും അതൊരു പരിധിവരെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത്രയും നാളും മാറ്റം ഇല്ലാതെ വരുമ്പോൾ അതേ ഡോക്ടറിൻ്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു പേഷ്യൻറ്റിൻ്റെ വൈമനസ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇങ്ങനെയൊരു രോഗം വരുമ്പോൾ ഇത് നമ്മൾ പേഷ്യൻറ്റിനെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. മുമ്പ് പറഞ്ഞ പല കാരണങ്ങൾ കൂടാതെ ഈ അപവാഹകത്തിന് വേറെ ഒരു കാരണം കൂടെ പറയാവുന്നത് ഈ ഡയബറ്റീസാണ്. അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള രോഗികളിൽ ഈ ഒരു രോഗം കാണാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. എങ്കിലും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സാധ്യാസാധ്യതകൾ മറ്റുള്ളവരിലെ പോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ അതോടൊപ്പം തന്നെ ഈ ഒരു ഡയബറ്റീസിൻ്റെ ലെവൽ മാനേജ് ചെയ്യുന്നതിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അപവാഹകം എന്ന് പറയുന്ന ഒരു രോഗം നമ്മുടെ ഒരു ആയുർവേദ ശാസ്ത്രത്തിൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ വരുമ്പോൾ അപവാഹകം എന്ന് എഴുതി കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഒരുപക്ഷെ കാരണങ്ങൾ വളരെ പലതായിരിക്കാം. ഈ ഞാൻ പറഞ്ഞ ഈ വീഴ്ച അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ, അത് കൂടാതെ തന്നെ ഒന്നില്ലെങ്കിൽ ഇത് ഏതെങ്കിലും ആർത്രൈറ്റിസ് ഷോൾഡറാണോ അല്ലെന്നുണ്ടെങ്കിൽ ബൈസെപ്സ് ടെൻഡനൈറ്റിസ് ആണോ, മുമ്പ് ഞാൻ പറഞ്ഞ പല അവസ്ഥകളാണോ എന്നുള്ളത് ഒരു വിശദമായ വൈദ്യപരിശോധനയിൽ കൂടെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ അത് എന്ത് കാരണം കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ചികിത്സാ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് ഇതിനകത്ത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഇനിയും നമ്മളിതിൻ്റെ ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചികിത്സാ പദ്ധതികൾ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ആഭ്യന്തരമായിട്ടും ഒന്ന് ബാഹ്യമായിട്ടും. അതായത് അകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഔഷധങ്ങളും നമ്മൾ പുറത്തെ ചെയ്യുന്ന ക്രിയാക്രമങ്ങളും. അതായത് ക്രിയാക്രമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കും. കിഴി അഥവാ പിണ്ടസ്വേദങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ധാര ദ്രവസ്വേദങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹധാര, നമ്മൾ തൈലങ്ങൾ കൊണ്ടുള്ള ധാരകൾ, പിന്നെ നസ്യം, ഇങ്ങനെയൊക്കെയുള്ള അനവധി ചികിത്സകൾ നമുക്ക് അപവാഹകത്തിന് ബാഹ്യമായിട്ടും പിന്നെ കഷായങ്ങളായിട്ടും ഗുളികകളായിട്ടും ചൂർണങ്ങളായിട്ടും ഇതൊക്കെ നമുക്ക് അപവാഹകത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ശാസ്ത്രത്തിൽ ഈ അപവാഹകത്തിൻ്റെ ചികിത്സാസൂത്രം അല്ലെങ്കിൽ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് പറയുന്നത് അപവാഹുകെ ഹിതം നസ്യം സ്നേഹശ്ച ഉത്തരഭക്തികം എന്നാണ്. അതായത് അപവാഹകം എന്ന ഒരു അവസ്ഥയിൽ ഏറ്റവും ഹിതമായിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതി എന്ന് പറയുന്നത് നസ്യമാണ്. പിന്നെ സ്നേഹശ്ച ഉത്തരഭക്തികം എന്ന് പറഞ്ഞാൽ സ്നേഹപ്രയോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഔഷധ സംസ്കൃതമായ നെയ്യോ തൈലങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉത്തരഭക്തിയുമായിട്ട്, അതായത് ഭക്ഷണശേഷം കഴിക്കുക എന്ന് പറയുന്ന ആ ഒരു ചികിത്സയും ഇതിന് വളരെ എഫക്റ്റീവായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ പ്രത്യേകമായിട്ട് നസ്യവും ഉത്തരഭക്തിക സ്നേഹവുമൊക്കെ ഇതിന് അഗ്രി ഔഷധങ്ങളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് പറയാനുള്ള കാരണം തന്നെ വളരെ വിപുലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആഹാരത്തിന് മുമ്പ് കഴിക്കുന്ന സ്നേഹം നമ്മുടെ ശരീരത്തിൻ്റെ താഴ്വശത്തേക്കുള്ള ഇതിൽ കൂടുതൽ എഫക്റ്റീവാണെന്നും, ആഹാരത്തോടൊപ്പം കഴിക്കുന്ന സ്നേഹങ്ങൾ, അതായത് നമ്മുടെ നെയ്യായാലും അങ്ങനെയുള്ള ഔഷധങ്ങൾ നമ്മൾ ആഹാരത്തോടൊപ്പം കഴിക്കുന്നത് നമ്മുടെ ഈ മധ്യ ശരീരത്തിന് വളരെ എഫക്റ്റീവാണെന്നും, അതിനുശേഷം കഴിക്കുന്ന സ്നേഹങ്ങൾ നമ്മുടെ ഊർധ്വഭാഗത്തേക്ക്, അതായത് സുപ്രാ ക്ലാവിക്കുലർ റീജിയനിലേക്കുള്ള അസുഖങ്ങളിൽ വളരെ വിശേഷമാണെന്നും ഒക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ വളരെയധികം തെളിവായിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചികിത്സാസൂത്രം, ഈ അപവാഹുകെ ഹിതം നസ്യം സ്നേഹശ്ച ഉത്തരഭക്തികം എന്ന് പറയുന്ന ആ ഒരു ചികിത്സാസൂത്രം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രോഗാവസ്ഥയുടെ കാരണങ്ങൾ മനസ്സിലാക്കി യഥാവിധി നിശ്ചയിക്കുന്ന ഔഷധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷായങ്ങളാവാം, കഷായത്തോടൊപ്പം ചൂർണങ്ങളാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഗുഗുലു പ്രയോഗങ്ങളാവാം. അങ്ങനെയുള്ള ഔഷധങ്ങളുടെ സേവനവും കൂടെ ഈ ഒരു ചികിത്സയുടെ വിജയത്തിലേക്ക് നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇന്നിപ്പോൾ പ്രതിപാദിക്കുന്നത് അപവാഹകത്തിൽ നസ്യത്തിൻ്റെ പ്രാധാന്യം എന്നുള്ള ആ ഒരു ഇതായതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ നസ്യം എന്ന് പറയുന്ന ആ ഒരു ക്രിയാക്രമം
വളരെ നമ്മൾ വിശദമായിട്ട് തന്നെ അത് ചെയ്യുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ പ്രായോഗികമായിട്ട് അവലംബിക്കുന്നത് എന്നുള്ളൊരു രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നസ്യകർമ്മത്തിന് ആവശ്യമായവയാണിത്. ഇത് മുഖാഭ്യംഗത്തിന് ഉപയോഗിക്കുന്ന തൈലം, മുഖാഭ്യംഗം അഥവാ മുഖത്ത് മസാജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തൈലമാണിത്. ഇത് സൈന്ധവം അഥവാ ഇന്ദുപ്പ്. ഇത് മൂക്കിലിറ്റിക്കാനുള്ള മരുന്ന് ഗോകർണത്തിൽ അതാത് ഡോസിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് കണ്ണ് മൂടാനായിട്ടുള്ള ഐപാഡ്. ഇത് ധൂമനേത്രം, ധൂമവർത്തി. ഇത് രണ്ടും ധൂമപാനത്തിനായിട്ട്. നസ്യകർമ്മത്തിന് പൂർവകർമ്മവും പ്രധാന കർമ്മവും പശ്ചാത് കർമ്മവും ഉണ്ട്. ഇത് പൂർവകർമ്മം. പൂർവകർമ്മത്തിൽ ആദ്യം മുഖാഭ്യംഗം. മുഖാഭ്യംഗം എന്ന് പറഞ്ഞാൽ മുഖം ഇളം ചൂടുള്ള എണ്ണ വെച്ച് നല്ലപോലെ മസാജ് ചെയ്യുക. മുഖവും കഴുത്തും ഷോൾഡേഴ്സും ആണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. മുഖാഭ്യംഗത്തിന് ശേഷം നാഡീസ്വേദം, അതായത് മുഖവും കഴുത്തും ഷോൾഡേഴ്സും നല്ലപോലെ വിയർപ്പിക്കുക. നല്ലവണ്ണം വിയർത്തതിന് ശേഷം ധൂമപാനം ചെയ്യാം. ധൂമപാനം ഒരു ധൂമവർത്തി കത്തിച്ച് ധൂമനേത്രത്തിൽ കൂടി ഓരോ മൂക്കിൽ കൂടെയും പുക ശ്വസിച്ച് വായിൽ കൂടെ പുറത്തേക്ക് വിടുക. പൂർവകർമ്മത്തിന് ശേഷം അടുത്തത് പ്രധാന കർമ്മം. പ്രധാന കർമ്മത്തിന് മുൻപായി രോഗിയുടെ കാൽ അല്പം ഉയർത്തി വെക്കേണ്ടതാണ്. കൈ രണ്ടും മലർത്തി വെക്കണം. ഓരോ വട്ടവും മരുന്നിറ്റിച്ചതിന് ശേഷം രോഗിയുടെ കൈ രണ്ടും കൂട്ടിത്തിരുമുക, കാലുകളും രണ്ടും തിരുമുക. പശ്ചാത്കർമ്മമായ ധൂമപാനത്തിന് ശേഷം രോഗിക്ക് ഒരു ഗ്ലാസ് സൈന്ധവ ജലം അഥവാ ഇന്ദുപ്പിട്ട ഇളം ചൂടുള്ള വെള്ളം ഗാർഗിൾ ചെയ്യാൻ കൊടുക്കുന്നു. രോഗി അത് ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളയുന്നു. അപ്പോൾ നമ്മൾ നസ്യം എന്ന് പറഞ്ഞ ആ ഒരു ക്രിയാക്രമം വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു. പിന്നീട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയങ്ങളാണ് ഏതെല്ലാം മരുന്നുകൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഉപയോഗിക്കാം. ഇതെല്ലാം ഞാനിപ്പോൾ ഔഷധങ്ങളുടെ കുറച്ച് പേര് പറഞ്ഞാൽ പോലും നമുക്ക് ഇതെല്ലാം അവസ്ഥയ്ക്കനുസൃതമായിട്ട് വ്യത്യാസം വരാവുന്നതാണ്. ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ഔഷധങ്ങളുണ്ട്.
അതിൻ്റെ കുറച്ച് പേരുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഏതെല്ലാം അവസ്ഥയിൽ ഏതെല്ലാം ഉപയോഗിക്കണം എന്നുള്ളത് അതൊരു വൈദ്യൻ്റെ യുക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡായിട്ട് ഈ ഒരു മരുന്ന് വാങ്ങിച്ച് കഴിക്കാം എന്നർത്ഥമില്ല. സ്വാഭാവികമായി അല്ലെങ്കിൽ സാധാരണയായി നമ്മൾ ഈ ഒരു കേസ് വന്നു കഴിയുമ്പോൾ ഉപയോഗിക്കാറുള്ള കുറച്ച് ഔഷധങ്ങളുടെ ഒരു നാമം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ വരണാദി കഷായം നമുക്കിതിനകത്തേക്ക് ഉപയോഗപ്പെടുത്താം. രാസ്നാസപ്തകം കഷായം, സഹചരാദി കഷായം, പ്രസാരിണ്യാദി കഷായം, അങ്ങനെയുള്ള കഷായങ്ങളുടെ യോഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഗുഗുലു ആണെന്നുണ്ടെങ്കിൽ ലാക്ഷാദി ഗുഗുലു, കൈശോര ഗുഗുലു, യോഗരാജ ഗുഗുലു, ത്രയോദശാംഗ ഗുഗുലു, അമൃത ഗുഗുലു, ഇങ്ങനെയുള്ള ഗുഗുലു പ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ചൂർണങ്ങളാണെങ്കിൽ തന്നെ ഷഡ്ധരണ ചൂർണം, വൈശ്വാനര ചൂർണം, ത്രിഫല ചൂർണം, അങ്ങനെയുള്ള ചൂർണങ്ങൾ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് തൈലങ്ങളാണെന്നുണ്ടെങ്കിലും പരിണിതകേര ക്ഷീരാദി തൈലം, പിന്നെ പ്രസാരിണ്യാദി തൈലം, മഹാരാജ പ്രസാരിണ്യാദി തൈലം, സഹചരാദി തൈലം, ഇങ്ങനെ അനവധി തൈലങ്ങളുടെ യോഗങ്ങളും നമുക്കുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്കിതെല്ലാം ഒരു സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു കേസിൽ ഉപയോഗിക്കാറുള്ള കുറച്ച് ഔഷധങ്ങളാണ്. പക്ഷേ ഏതവസ്ഥയിൽ ഇതിലേത് മരുന്ന് നിർണ്ണയിക്കണം എന്നുള്ളത് ആ ചികിത്സിക്കുന്ന ഒരു വൈദ്യൻ്റെ യുക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഔഷധം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഒരു നല്ല പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടിയ ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഓരോ ഔഷധങ്ങളും ഇപ്പോൾ പറഞ്ഞ ഇത്രയും ഔഷധങ്ങൾ മാത്രമല്ല ഇനിയും ഔഷധങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വൈദ്യനിർദ്ദേശാനുസരണം മാത്രമേ ഏത് മരുന്നായാലും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ പറയേണ്ടതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പഥ്യവിശേഷങ്ങളാണ്. അതായത് പഥ്യാചാരങ്ങൾ എന്ന് പറയും. നമ്മൾ എന്തെല്ലാം ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു, ഈ തോൾ സന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുപ്രാ ക്ലാവിക്കുലാർ റീജിയൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രപ്രകാരം അതൊരു കഫസ്ഥാനമായിട്ടാണ് പറയുന്നത്. അപ്പം കഫത്തിൻ്റെ കൂടെ വാദം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് അവിടെ തണുപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഗുണവിശേഷം ഈ ഒരു അസുഖത്തെ ഇത് കൂടുതലും സുഖപ്പെടുത്താനായിട്ട് സാധിക്കാതെ വരും. അപ്പം തണുപ്പ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമ്മൾ ഇല്ലാതെ ഇരിക്കുക. എപ്പോഴും ഉഷ്ണപ്രയോഗങ്ങളാണ് അവിടെ നല്ലത്. നമുക്ക് ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ അപവാഹം എന്ന് പറയുന്നത് നമ്മൾ ഫ്രോസൺ ഷോൾഡറായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രോസൺ അല്ലെ ഫ്രീസ്ഡ് എന്ന് പറയുന്ന ഒരവസ്ഥ ഏകദേശം ഒരു മഞ്ഞ് കട്ടിയായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിനെ ഉരുക്കുക അല്ലെന്നുണ്ടെങ്കിൽ തോവിങ് സ്റ്റേജിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ചികിത്സാ പദ്ധതിയുടെ ഉദ്ദേശം. അപ്പോൾ അതിലേക്ക് തന്നെ പിന്നെയും ശീതപ്രയോഗങ്ങൾ നമുക്ക് ഇതിന് ഗുണകരമായിട്ട് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ എപ്പോഴും ഉഷ്ണപ്രയോഗങ്ങളാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കഴിവതും തണുപ്പ്, തണുത്ത ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗം, കൂടുതൽ നേരം AC-യിലിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പിന്നെ നമ്മുടെ കൂടുതൽ ആക്ടിവിറ്റീസ് നമുക്ക് വേദന എടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിൽ നമ്മൾ കൂടുതൽ ഓവർ സ്ട്രെയിൻ ചെയ്ത് നമ്മൾ ഫിസിക്കലായിട്ട് ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്ത് വലിച്ച് നമ്മൾ ഈ ഒരു ജോയിൻസിന് മൊബിലിറ്റി ഉണ്ടാക്കാനുള്ള ഒരു ആദ്യ സമയത്തെ ശ്രമം വളരെ പ്രതികൂലമായിട്ട് ചിലപ്പം ഇതിൽ വന്നുകൂടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു രോഗം വന്നിരിക്കുന്ന ആ ഒരു ജോയിൻറ്റിൽ കൂടുതലായിട്ടും ചെയ്യാതിരിക്കുക. പിന്നെ കടല, ഗ്രീൻ പീസ്, ഇങ്ങനെയൊക്കെയുള്ള വാതവർദ്ധകങ്ങളായിട്ട് കലായസ്തു അതിവാതള എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വെറൈറ്റി ഫുഡുകൾ നമ്മൾ കൂടുതൽ വാതവർദ്ധകങ്ങളായിട്ടുള്ള ഈ ജങ്ക് ഫുഡ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇതിനകത്ത് എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തൈരെന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രവിധി പ്രകാരം ഇതൊരു അഭിഷ്യന്തി എന്ന് പറയുന്ന ഒരു ഗുണമുള്ളൊരു സാധനമായതുകൊണ്ട് നമ്മളെപ്പോഴും പിന്നെ പ്രത്യേകിച്ചും അതിനൊരു തണുപ്പും കൂടുതലായതുകൊണ്ട് എപ്പോഴും സന്ധികളിൽ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തിനെ അത് കൂടുതൽ പ്രവൃദ്ധമാക്കാനേ അത് ഉതകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ തൈരിൻ്റെ ഉപയോഗം, പിന്നെ ആഭ്യന്തരമായിട്ട് കൂടുതലായിട്ടും ഈ എണ്ണയിൽ വറുത്തതും ഒക്കെ ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ ഇതിന് കൂടുതൽ ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആഹാര ആചാരങ്ങളിൽ നമ്മൾ കുറച്ചൊരു ശ്രദ്ധ പാലിക്കാമെങ്കിൽ മരുന്നിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു പ്രയോജനം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ മരുന്നിൻ്റെ ആ ആക്ഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടാൻ ഉതകത്തക്ക രീതിയിലുള്ള പഥ്യവിശേഷങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു രോഗം മാറുന്നതിന് മാത്രമല്ല പിന്നീടുള്ള റെക്കറൻസ് അല്ലെങ്കിൽ അത് പിന്നീട് വരാനുള്ളൊരു സാധ്യതയെ കുറയ്ക്കുന്നതും കൂടെയാണ്. അപ്പം നമ്മൾ എപ്പോഴും
നമ്മൾ ഔഷധത്തോടൊപ്പം തന്നെ ഈ പഥ്യമായിട്ടുള്ള ആഹാരങ്ങൾ എപ്പോഴും അനുഷ്ഠിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ഒരു അപവാഹുകം എന്ന് പറയുന്ന ഒരു രോഗത്തിൽ മാത്രമല്ല, എല്ലാ അവസ്ഥകളിലും ഇത് ബാധകമാണ്. ഇപ്പോൾ അപവാഹുകത്തിൽ നമുക്ക് ഇതിന് കാരണകാരിയായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് എല്ലാ രോഗങ്ങളിലും. നമ്മൾ ഈ ഒരു വരാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആഹാരങ്ങളും നമ്മളുടെ അനുഷ്ഠാനങ്ങളും അതിനനുസരിച്ച്, അതായത് നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ആക്ടിവിറ്റീസ്, അതും എല്ലാം നമ്മളൊന്ന് റീഫ്രെയിം ചെയ്ത് നമുക്ക് അനുകൂലമായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ മരുന്നുകളും നമ്മൾ അതോടൊപ്പം ചെയ്യുന്ന ക്രിയാക്രമങ്ങളും ഈ ഒരു രോഗത്തിനെ സമ്പൂർണ്ണമായിട്ട് ഭേദമാക്കുന്നതിലൊരു മുഖ്യ പങ്ക് തന്നെ വഹിക്കുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു അപവാഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്തേ. कुर्वन्तु नो मङ्गलम्